ഇനിയുള്ളതൊരു ചോദ്യമാണ്. ഉത്തരം അറിയുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. ആരൊക്കെ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് നോക്കട്ടെ. ഇന്ത്യൻ മാർക്കറ്റിൽ SUVകൾ ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ആശങ്കയായിരുന്നു ഇനി സെഡാൻ ഉണ്ടാവില്ലേ എന്നുള്ളൊരു കാര്യം. ആ ഒരു സമയത്താണ് സ്കോഡ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി കുറച്ചുകൂടി ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു SUV ആയിട്ടുള്ള സെഡാൻ അവതരിപ്പിക്കുന്നത്. അതായിരുന്നു സ്കോഡ സ്ലാവിയ എന്ന് പറയുന്ന മോഡൽ. ഇപ്പം നമ്മളുള്ളത് സ്കോഡ സ്ലാവിയയുടെ 2024 എഡിഷൻ്റെ കൂടെയാണ് എന്ന് പറയാം. അതായത് സ്കോഡ സ്ലാവിയ മാറ്റ് എഡിഷൻ. കുറച്ചധികം പ്രത്യേകതകളുമായിട്ട് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ പാറ്റേണോടുകൂടി വന്നിട്ടുള്ളൊരു വാഹനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളർ മാത്രമാണോ മാറിയത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്കോഡ സ്ലാവിയനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള എന്നാൽ ഒരു സെഡാൻ ഡ്രൈവ് ചെയ്യുന്ന അതേ ഒരു കംഫർട്ട്നെസ്സും അതേ ഒരു പെർഫോമൻസും നിലനിർത്തുന്ന ഒരു വാഹനമായിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ പരിഗണിക്കുന്ന ആളുകൾക്ക് ഈ വാഹനം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോടുകൂടി വന്നിട്ടുള്ള ഒരു വാഹനമാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് പറയണം. ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നു ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈയിടെ അടുത്ത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഒരു പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനിപ്പോൾ ഏകദേശം ഒരു 6ഓളം പ്ലാന്റുകൾ വിസിറ്റ് ചെയ്തു. ആ സമയത്തൊന്ന് ശരിക്കും ഫോക്സ്വാഗൻ്റെ പ്ലാന്റ് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ പ്ലാന്റ് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു വാഹനം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ വാഹനം ഓടിച്ച് നമ്മൾ മറ്റൊരു നിർമ്മാണ കമ്പനിയുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ആ ഒരു ഡിഫറൻസസ് നമുക്ക് ഫീൽ ചെയ്യും. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, യൂസ് ചെയ്ത സാധനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ശരിക്കും നമ്മൾ ആ ഒരു പ്ലാന്റ് പോയ സമയത്ത് മനസ്സിലാക്കി. ഒറ്റ കാര്യം മാത്രം പറയാം, അതായത് ഈ വാഹനം എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഒരു പ്രതലത്തിൽ, അതായത് 4 ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇങ്ങനെ വണ്ടീനെ ചെരിച്ച് നിർത്തും. എന്നിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഇതിനകത്ത് വെച്ചിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷുകൾ എന്തെങ്കിലും ഇളക്കം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഏകദേശം 15 മിനിറ്റോളം ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് മാത്രം മതി ഇത് എത്രമാത്രം മൈന്യൂട്ടായിട്ട് ചെക്കൗട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളൊരു കാര്യത്തെ മനസ്സിലാക്കാൻ. അത്രമാത്രം നിർമ്മാണ ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു ബ്രാൻഡാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പ്. ആ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ വാഹനം തന്നെയാണ് സ്കോഡ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ റീസെൻ്റ്ലി ഒരുപാട് കളർ പാറ്റേണുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പാറ്റേണുകളിൽ ഒന്നിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാറ്റ്. ശരിക്കും ഇതൊരു മെറ്റാലിക് കളർ തീമാണ്. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഗൺ മെറ്റൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ തീമിലാണ് വന്നുള്ളത്. രസമുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് കാണും എന്നുള്ളൊരു സാധനത്തെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കളർ ടോണിൻ്റെ വ്യത്യാസം. ബാക്കിയെല്ലാം തന്നെ ആ ഒരു ബട്ടർഫ്ലൈ ഗ്രിൽസ്, അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ, ഫോഗ് ലാമ്പ്, DRL, ആ കാര്യങ്ങളൊന്നും മാറ്റില്ല. ഒരു കാര്യം കൂടി പറയാം, മെക്കാനിക്കൽ പരമായിട്ടും ഒരു ചേഞ്ചസും ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ച് വീലുകൾ, അതിനകത്ത് ആ ഒരു വീൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളതാണ് സ്ലാവിയ വന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SUV-ത്വം ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് LED ടൈൽ ലാമ്പ് യൂണിറ്റുകളും കാര്യങ്ങളും കാണാം. ഇൻഡിക്കേറ്റർ സാധാരണ ഹാലജൻ ലാമ്പായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സെഡാൻ വാഹനങ്ങളുടെ മറ്റൊരു വലിയ ഹൈലൈറ്റ്സ് ആണ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. എന്നെയും കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കിക്ക് ഇന്നായിട്ട് ഓപ്പൺ ആയി വരുന്ന തരത്തിലാണ് അതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലെവർ ഫീച്ചറുകൾ എപ്പോഴും സ്കോഡ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം സ്കോഡയുടെ ആപ്തവാക്യം തന്നെ സിംപ്ലി ക്ലെവർ എന്നുള്ളതാണ്. അകത്തേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളായിരുന്നു. ഇത്തവണ നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റുകളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് താഴെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ബാക്കി എല്ലാം തന്നെ സെയിമാണ്. ഇവിടെ നമുക്കൊരു സ്കോഡ ബാഡ്ജിങ്ങോട് കൂടി വന്നിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കാണാം. റൗണ്ട് ഷേപ്പ്ഡ് AC വെൻസ്, അതിൻ്റെ ഇടയിലൂടെ ഒരു ഗോൾഡൻ കളർ തീമൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു AC വെൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒക്കെ ഇങ്ങനെ നമുക്കൊരു ഗോൾഡൻ തീം കളർ കാണാം. 2 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വിത്ത് സ്കോഡ ബാഡ്ജിങ്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ തന്നെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമുക്ക് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതോ നമുക്ക് കാണാണ്ടോ ഓരോതിനനുസരിച്ച് നമുക്ക് പാറ്റേണൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇതിനകത്ത് ഇപ്പം വന്നിട്ടുള്ളൊരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടൊരു 4 സ്പീക്കറും 4 ട്യൂട്ടറും ഒരു സബ്വൂഫറും വെച്ചിട്ടുള്ള പുതിയ സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. അതായത് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൊണ്ടുവന്നു. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. ഞാൻ മ്യൂസിക് കുറച്ച് വേണ്ടി കേൾപ്പിക്കാം. അങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ കണ്ട പോലെ തന്നെയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ സ്കോഡ ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഒരു പടി മുന്നിലാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും ഓരോ എഡ്ജുകളും ഉണ്ടാവും.
ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുകൾ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് ടച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ, ഫ്രണ്ടിലത്തെ സീറ്റുകൾ വെന്റിലേറ്റഡ് ആണ്, അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ കാണാം. ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആണ്, കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സൺറൂഫ് യൂണിറ്റും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ പാൻ സൺറൂഫ്, പാനറമിക് അല്ല, സാധാരണ ഇതിൽ ഇപ്പോൾ സെഡാനിൻ്റെ കേസിൽ ഓക്കെയാണ്. അത്യാവശ്യം വലിയ, അത് ചെറുതെന്ന് പറയുമ്പോഴും അത്യാവശ്യം വലിയൊരു സൺറൂഫ് ആയിട്ടാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ള. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാം. ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാര്യങ്ങൾ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെൻസേർഡ് ആയിട്ടുള്ള വൈപ്പേഴ്സാണ്, അതിൻ്റെ സെൻസറും കാര്യങ്ങളും ഇവിടെയും കാണാം. ഇനിയുള്ളതൊരു ചോദ്യമാണ്, ഉത്തരം അറിയുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. ആരൊക്കെ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് നോക്കട്ടെ. സ്കോഡ വാഹനങ്ങളുടെ കപ്പ് ഹോൾഡറിനകത്ത് നമുക്കിവിടെ 5 ഡോട്ടുകൾ കാണാം. നോക്കിക്കഴിഞ്ഞാണ്ടോ 5 ഡോട്ടുകൾ ഉണ്ടല്ലേ. ഈ 5 ഡോട്ടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം അറിയുന്ന ആളുകളുടെ ഒക്കെ ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, കമൻറ്റ് ബോക്സ് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനം ഉണ്ടോ എന്നുള്ള ചോദ്യം അത് നമുക്ക് പിന്നെ പരിഗണിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല സീറ്റാണ്. ഹെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് തടയുന്ന പോലെയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സീറ്റ് ഹൈറ്റ് കുറക്കാണ്ടോ, അപ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ടോ. യെസ്, ഇലക്ട്രിക്കലി ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലോ ബോക്സ് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്, കൂൾഡാണ്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ കൺസോൾ ഓക്കെയാണ്. ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നൈസാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതിൻ്റെ സൗണ്ടാണ്, പുതിയ സൗണ്ട് സിസ്റ്റം. ഞാൻ നമ്മുടെ മൊബൈൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. അടിപൊളിയല്ലേ? സംഭവം കൊള്ളാം, നല്ലൊരു അപ്ഗ്രേഡേഷൻ. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. സീറ്റുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സപ്പോർട്ടീവാണ്. നല്ല ലെങ്ത് ഉള്ള സീറ്റാണ്, അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് ഓക്കെയാണ്. കാലൊക്കെ അടിയിലേക്ക് വെച്ച് എനിക്ക് വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഫയൽ പോക്കറ്റ്, അതിനകത്തൊരു മൊബൈൽ പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ, റിയർ AC വെൻറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കവിടെ കാണാം. ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡറും കാണാം. അത്യാവശ്യം ഓക്കെ ആണ് സംഭവം അല്ലേ. ശരിക്കും ഒരു സെഡാൻ എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കംഫർട്ടായിട്ട് റൈഡ് പോകാം. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം ബമ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മോശം റൂട്ടിലൂടെയും കൊണ്ടു നടക്കാം. അടി തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബംസൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചാടി പോവുകയും ചെയ്യാം എന്നുള്ളതാണ്. അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടതില്ലേ. ഇനി ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 2 എഞ്ചിനുകളാണുള്ളത്. ഒരു 1 ലിറ്റർ 1.5, അത് 113 PS പവറും 147 PS പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനനുസരിച്ച് ടോർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 18 to 20 എന്നുള്ള റേഞ്ചിൽ പറയാം. ഒരു സെഡാനാണ്, അങ്ങനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്കോഡ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി തൽക്കാലത്തേക്ക് ഡീസലിനോട് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അനൗൺസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി പോലെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ 2 1 ലിറ്ററും 1.5 പെട്രോൾ എഞ്ചിനുകളാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. മാനുവലിനകത്തും ഓട്ടോമാറ്റിക്കിനകത്തും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് വന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ 3 ആയിട്ട് എണ്ണാം. ഒന്ന്, ഈ കളർ തീം, അതായത് ഒരു മാറ്റ് ബ്ലാക്ക് കളറിലേക്ക് ഈ വാഹനത്തെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടായിരുന്ന കുറച്ചും കൂടി സുന്ദരമായ ഡിസൈനിൽ നിന്ന് കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സീറ്റ് അത് ഇലക്ട്രിക്കലി, ഡ്രൈവറും കോ ഡ്രൈവറുടെ സീറ്റും ഇലക്ട്രിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ അപ്ഗ്രേഡ് ചെയ്തു. 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ്വൂഫർ എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു സ്ലാവിയ, അതായത് ശരിക്കും ഇതിൻ്റെ തൊട്ട് ബാക്കിലൊരു നീല സ്ലാവിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ സ്ലാവിയ ശരിക്കും ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ വന്നതാണ്. അതിനകത്ത് ഈ ഒരു സ്പീക്കർ അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ കുറച്ച് ഈ കളറും അതുപോലെ തന്നെ ഇലക്ട്രിക് സീറ്റുകളും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിനപേക്ഷിച്ച് ഇതിലേക്ക് വരുന്ന സമയത്ത് 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത്. അപ്പം ഇത് ഒരു ഓൺ റോഡ് പ്രൈസ് 19 ലക്ഷം രൂപയോളം വരും. അതുപോലെ തന്നെ 1.5 ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 23 ലക്ഷം രൂപയോളം വരും എന്നുള്ളതാണ്. അതായത് ഒരു 40,000 റുപ്പീസിൻ്റെ വ്യത്യാസമാണ് സാധാരണഗതിയിലുള്ളത് എന്നുള്ളതാണ്. അപ്പം ഒരു കളർ തീം അപ്ഗ്രേഡേഷൻ, ഒപ്പം 1-2 ഫീച്ചറുകളും അപ്ഗ്രേഡ് ചെയ്ത സ്കോഡ സ്ലാവിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.